ഏതാണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ 10 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം ഗസയിലേക്ക് പാഞ്ഞെടുത്തത്. ഇന്ന് ഏതാണ്ട് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഗസയിൽ നിന്ന് ലബനാനിലേക്ക് ഇസ്രായേലിന്റെ തീവാർന്ന തോക്കുകളും ബോംബുകളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു കൊല്ലത്തിനിടക്ക് 41,689 ആളുകളെ ഇസ്രായേൽ ഗസയിൽ കൊന്നൊടുക്കി. പരിക്കേറ്റത് 96,625 പേർക്ക് പരിക്കേറ്റു. നമ്മളൊക്കെ നിരന്തരം പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണം വീണ്ടും വീണ്ടും മുസ്ലിം രാജ്യങ്ങളിലേക്ക്, ഗസയിൽ നിന്ന് ലബനാനിലേക്ക്, ലബനാനിൽ നിന്ന് യമനിലേക്ക് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം മിസ്ലുൽ ജസദി. ലോകത്തുള്ള മുഅ്മിനീങ്ങൾ എവിടെ ജീവിക്കുന്ന ആളുകളായാലും, കറുത്തവനായാലും വെളുത്തവനായാലും, പണ്ഡിതനായാലും പാമരനായാലും, പണക്കാരനായാലും പാവപ്പെട്ടവനായാലും, എല്ലാ മുസ്ലിമീങ്ങളും മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം മിസ്ലുൽ ജസദി. ഒരു ശരീരം പോലെയാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ജനതയും. അത് ഏത് രാജ്യക്കാരനാവട്ടെ, ഏത് വർഗക്കാരനാവട്ടെ, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ഒരൊറ്റ ശരീരം പോലെയാണ്. ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ, എന്തെങ്കിലും മുറിവ് പറ്റിയാൽ, വിധങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് കൈയിനെന്തെങ്കിലും വേദനയുണ്ടായാൽ, തലക്കെന്തെങ്കിലും വേദനയുണ്ടായാൽ, ശരീരം മുഴുവൻ ഉറക്കമൊഴിക്കൽ കൊണ്ടും പനി കൊണ്ടും ഒരൊറ്റ വേദനക്ക് പരസ്പരം പങ്കുചേരുന്നത് പോലെ മുഅ്മിനീങ്ങൾ അവരുടെ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് മുഅ്മിനീങ്ങൾ വർത്തിക്കേണ്ടത്. ഒരു ശരീരം പോലെയാണ് മുഅ്മിനീങ്ങൾ എന്നാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത്. ഒരു ശരീരം പോലെ ജീവിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. നമ്മുടെ സഹോദരങ്ങളെ പച്ചക്ക് പിച്ചു ചീന്തുന്ന ഒരു ദാരുണമായ അവസ്ഥയിലേക്കാണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ദുആ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അവരോടുകൂടെ പങ്കുചേരുക എന്നതേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന്മാരുടെ എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ലോകത്തുള്ള വൻശക്തികൾ മുഴുവൻ മുസ്ലിം സമൂഹത്തിന് നേരെ, മുസ്ലിമീങ്ങൾക്ക് നേരെ ആക്രമണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് ലോകത്തെ നമ്പർ രാഷ്ട്രമാകുന്ന അമേരിക്ക ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള പദവിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് പാവപ്പെട്ട മുസ്ലിമിന്റെ കണ്ണീര് കാണാതെ ക്രൂരന്മാർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വളരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂശകുൽ ഉമറു അൻ തദാ അലൈക്കും കമാ തദാഅൽ അഖിലതു ഇലാ കസ്അതിഹാ. പാത്രത്തിലേക്ക്, മധുര പലഹാരത്തിലേക്ക് പ്രാണികൾ, ഉറുമ്പുകൾ വരുന്നത് പോലെ ഒരു മധുര പലഹാരം ഇവിടെ കുപ്പായം അഴിച്ചു വെച്ചാൽ, ഒരു മധുര പലഹാരം ഇവിടെ അതിന്റെ തോളഴിച്ചു വെച്ചാൽ അതിലേക്ക് ഉറുമ്പുകൾ പാഞ്ഞെടുക്കുന്നത് പോലെ എന്റെ സമൂഹത്തെ ആക്രമിക്കാൻ, എന്റെ ഉമ്മത്തിനെ ആക്രമിക്കാൻ ഇവിടെയുള്ള വർഗീയ ശക്തികൾ, ഇവിടെയുള്ള ലോകത്തുള്ള ശക്തികൾ തയ്യാറാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ, മുസ്ലിമീങ്ങൾ വർഗീയവാദികളാണെന്ന് ചാപ്പകുത്താൻ ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല. മുസ്ലിമീങ്ങൾ തിങ്ങി വസിക്കുന്ന രാജ്യത്ത്, സംസ്ഥാനത്ത്, ജില്ലകളിൽ മുഴുവൻ വർഗീയതയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മുസ്ലിമീങ്ങളെ, മുസ്ലിം സമൂഹത്തെ വളരെ കൃത്യമായി ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ നൽകിയ മുന്നറിയിപ്പാണ്. പാത്രത്തിലേക്ക്, മധുര പലഹാരത്തിലേക്ക് പ്രാണികൾ അടുക്കും പോലെ എന്റെ സമൂഹത്തെ ആക്രമിക്കാൻ ഇവിടെയുള്ള
മറ്റു ശക്തികൾ തയ്യാറായിക്കൊണ്ടിരിക്കും. നബി തങ്ങൾ നൽകിയ മുന്നറിയിപ്പാണ്. ആ നേരത്ത് ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, ഹബീബായ നബിയെ, അന്ന് ഞങ്ങൾ വളരെ കുറവായിരിക്കുമോ? അന്ന് എല്ലാവരും ഞങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കാൻ, എല്ലാ സമൂഹക്കാരും ഞങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കാൻ ഞങ്ങൾ വളരെ വിരളമായിരിക്കുമോ? ഞങ്ങൾ തുച്ഛമായിരിക്കുമോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, നിങ്ങൾ കുറച്ചായിരിക്കില്ല. ഇന്നെന്റെ സഹാബത്തിൽ 2 ലക്ഷമോ 3 ലക്ഷമോ വരുന്ന സഹാബത്തുള്ള കാലഘട്ടത്തിലാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ല, അന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും. പിന്നെ എന്താണ് നബിയെ കാരണം? വലാകിന്നകും ഉസാഉൻ കഉസാഇസൈൽ, നബി തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ മലവെള്ള പാച്ചിലിൽ പാഞ്ഞെടുക്കുന്ന ചണ്ടികളെ പോലെയായിരിക്കും മുസ്ലിം സമൂഹത്തിലെ വ്യക്തികൾ. മലവെള്ള പാച്ചിലിൽ പായുന്ന ചണ്ടികളെ പോലെ ഒരു ഉപകാരത്തിലും കൊള്ളാത്ത ആളുകളായിരിക്കും. ആദർശവും ആശയവും ഇല്ലാത്ത വെറും പേരുകളിലുള്ള മുസ്ലിങ്ങളായിരിക്കും മുസ്ലിം സമൂഹം. അതുകൊണ്ടാണ് നിങ്ങൾ ആക്രമിക്കാൻ ആളുകൾ പാഞ്ഞു വരുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മൾ നോക്കണം, നമ്മുടെ കൂട്ടത്തിൽ അബൂബക്കർമാരുണ്ട്, മുഹമ്മദ് എന്ന പേര് വെച്ച ആളുകളുണ്ട്, ഉമർ എന്ന പേര് വെച്ച ആളുകളുണ്ട്, ഉസ്മാൻ എന്ന പേര് വെച്ച ആളുകളുണ്ട്, അലി എന്ന പേര് വെച്ച ആളുകളുണ്ട്, മഹാന്മാരായ ബദരീങ്ങളുടെ പേരുണ്ട്, അബൂ സുഫിയാൻ, ഇങ്ങനെ ഷമ്മാസ് എന്ന് പറയുന്ന നിരവധി സ്വഹാബത്തിന്റെ പേര് വെച്ച ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. എന്നാൽ പോലും സ്വഹാബത്തിനുണ്ടായ മാതൃക നമുക്കുണ്ടോ? സ്വഹാബത്ത് ജീവിതത്തിൽ പാലിച്ച ചിട്ട നമുക്കുണ്ടോ? നമ്മളൊരു മഴവെള്ള പാച്ചിലും ഒഴുകിപ്പോകുന്ന ചണ്ടികളെ പോലെ ഇസ്ലാമിന്റെ ആശയവും ആദർശവും ഒഴുക്കിവിട്ട് പേരിൽ മാത്രം മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുകയും അത് തന്നെയാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. നമുക്ക് നേരെ നിരന്തരം ശത്രുക്കൾ ഇങ്ങനെ പാഞ്ഞെടുക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുബിക്കുമുൽ വഹാബ, നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു പേടിയും ഉണ്ടാവില്ല. നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു പേടിയും ഉണ്ടാവില്ല. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ സമയത്ത് അല്ലാഹു വഹീനെ നിക്ഷേപിക്കും. വഹീനുണ്ടാക്കും നിങ്ങളുടെ ഹൃദയത്തിൽ. സ്വഹാബത്ത് ചോദിച്ചു, വമൽ വഹീൻ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ വഹീൻ എന്ന് പറഞ്ഞാൽ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. മുസ്ലിം സമൂഹത്തിനിടയിൽ ആക്രമണം ഉണ്ടാവാൻ, മുസ്ലിം സമൂഹത്തിന് നേരെ നിരന്തരം അക്രമങ്ങൾ ഉതിർത്തുവിടാനുള്ള കാരണം നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. നാളെ മരണപ്പെട്ടു പോകുമെന്ന ചിന്തയില്ല, നാളെ ഞാൻ മരിക്കുമെന്ന ചിന്തയില്ല. ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്, ദുനിയാവിന് വേണ്ടിയുള്ള അമിത ഭ്രമമാണ്, ദുനിയാവിനോടുള്ള സ്നേഹമാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ സംസ്കാരം ആകെ മാറി. നമ്മുടെ സംസ്കാരം യൂറോപ്യൻ കൾച്ചറിലേക്ക് നമ്മുടെ സംസ്കാരം മാറുന്നു. രാത്രി മുഴുവൻ 12 മണിക്കും 1 മണിക്കും തെരുവുകൾ സജീവമാകുന്നു. സുബഹിക്ക് എഴുന്നേൽക്കാനാളില്ല, സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിനാളില്ല. യൂറോപ്യൻ കൾച്ചർ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ് വ ഖറാബു യസ്രിബ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രദേശത്തുള്ള സംസ്കാരം ലോകത്ത് മുഴുവൻ പകരും. എന്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തുള്ള ഈ സമയത്തുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ ഇസ്ലാമിലെ രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി കഅബാലയം കഴിഞ്ഞാൽ ലോകത്ത് രണ്ടാമത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചതാണ്. പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പുനർനിർമ്മാണം നടന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുള്ള സംസ്കാരം ലോകത്ത് മുഴുവൻ പകരും. ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപ പ്രദേശത്ത് ആരാണെന്നുള്ളത്? ഇസ്രായേലുകാർ, ജൂതന്മാർ. ജൂതന്മാരുടെ ആശയവും സംസ്കാരവും അല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? നമ്മുടെ ഉമ്മത്തിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, യുവാക്കൾ ജൂതന്മാരുടെ പദ്ധതിയല്ലേ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കളുടെ തലമുടി എടുത്ത് നോക്കി പരിശോധിച്ചാൽ മതി. ഇവിടെ മാത്രം മുടി വെട്ടി തലയുടെ മുകൾ ഭാഗത്ത് മാത്രം മുടി നിർത്തുന്ന രീതി ആരുടേതാണ്? ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് അത് സുന്നത്തുൽ യഹൂദ്, അത് യഹൂദികളുടെ, അത് ജൂതന്മാരുടെ പണിയാണെന്നാണ് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്. എങ്ങുമെങ്ങും ജൂതന്മാരുടെ കൾച്ചർ വ്യാപകമാകും. ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ് വ ഖറാബ് യസ്രിബ്. ഹബീബായ നബി തങ്ങളുടെ മദീനയുടെ ചരിത്രം
മദീനയുടെ സംസ്കാരം ലോകത്ത് നിന്ന് വിഘാടനം ചെയ്യപ്പെടും. മദീനയുടെ സംസ്കാരം പോകും. നബി തങ്ങളുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന, നബി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുന്ന രീതി നമ്മിൽ നിന്ന് എടുത്തു പോകും. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും, റബീഉൽ ആഖിർ വന്നാലും, റജബ് വന്നാലും, റമദാൻ വന്നാലും നമ്മൾ മാറി ചിന്തിക്കില്ല. നബി തങ്ങളുടെ സംസ്കാരത്തെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അന്യരുടെ സംസ്കാരത്തെ, യൂറോപ്യൻ സംസ്കാരത്തെ നമ്മൾ വാരി പുണർന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ നാശത്തിന് കാരണമെന്ന് ഹബീബായ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നുണ്ട്. ലോകത്ത് മുഴുവൻ ചതിയാണ് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, യൂറോപ്യൻ സംസ്കാരം ഒരിക്കലും നമുക്ക് ആത്മസംതൃപ്തി നൽകുന്നതല്ല. യൂറോപ്യൻ സംസ്കാരം നമുക്ക് ഒരിക്കലും ആത്മസംതൃപ്തി നൽകുന്ന സംസ്കാരമല്ല. അത് കൃത്യമായി പഠിക്കണം. നമ്മൾ ചരിത്രം പഠിക്കുമ്പോ ലോകത്ത് റോക്കറ്റ് ഫ്യൂവൽ കണ്ടുപിടിച്ചതാരാണ്? റോക്കറ്റ് ഫ്യൂവൽ ഇന്ന് സാധാരണ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ അല്ല റോക്കറ്റിൽ ഉപയോഗിക്കുക. റോക്കറ്റ് ഫ്യൂവലിന്റെ നിർമ്മാണത്തിന് ആരാണ് ഇതിന്റെ പങ്കുണ്ടായത്? റോക്കറ്റ് ഫ്യൂവൽ കണ്ടുപിടിച്ചത് ജാക്ക് പൈസസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ജാക്ക് പൈസസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ നിയോഗിച്ചത് ആരാണ്? അമേരിക്കയാണ് അദ്ദേഹത്തിനോട് റോക്കറ്റ് ഫ്യൂവൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വളരെ കൃത്യമാണ്. റോക്കറ്റ് ഫ്യൂവലിന്റെ കണ്ടുപിടുത്തത്തോടുകൂടെയാണ് ലോകത്തിനുള്ള ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ലോകത്തിനെ മുന്നോട്ട് ചലിക്കാനുള്ള മുഴുവൻ സംഗതികളും ഇന്നുണ്ടായത് റോക്കറ്റ് ഫ്യൂവലിന്റെ ചരിത്രത്തിലൂടെയാണ്, അതിനെ കണ്ടുപിടുത്തത്തിലൂടെയാണ്. ഇത് കണ്ടുപിടിക്കാൻ അമേരിക്ക ഏൽപ്പിച്ചത് ജാക്ക് പൈസസ് എന്ന് പറയുന്ന മനുഷ്യനെയാണ്. അദ്ദേഹം കണ്ടുപിടിച്ചു, ആലോചിച്ചു, അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടിയില്ല. അദ്ദേഹത്തിന് റോക്കറ്റ് ഫ്യൂവലിന്റെ കൂട്ടുകൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഉറങ്ങുമ്പോ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരാൾ വന്നത്രേ. അദ്ദേഹം ആത്മകഥയിൽ കുറിച്ചു വെച്ചതാണ്. സ്വപ്നത്തിൽ ഒരാൾ വന്നു, അദ്ദേഹം പറഞ്ഞു കൊടുത്തു, റോക്കറ്റ് ഫ്യൂവലിന്റെ കൂട്ടുകൾ ഞാൻ പറഞ്ഞു തരാം, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. സ്വപ്നത്തിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം സ്വപ്നത്തിൽ, അദ്ദേഹം ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നു, എന്റെ സ്വപ്നത്തിൽ വന്നതിനോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ദജ്ജാൽ. ഇതാണ് ചരിത്രം. അദ്ദേഹം ആത്മകഥയിൽ രേഖപ്പെടുത്തിയതാണ്. ആരാണ് റോക്കറ്റ് ഫ്യൂവൽ കണ്ടുപിടിക്കാൻ ജാക്ക് പൈസസിന് പറഞ്ഞു കൊടുത്തത്? സ്വപ്നത്തിലൂടെ വന്ന് ദജ്ജാലാണ് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം പിന്നീട് തന്റെ വീട്ടിൽ ഒരു കളം വരച്ച്, ഒരു പ്രത്യേക ആകൃതിയിലെ കളം വരച്ച് അതിനുള്ളിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം റോക്കറ്റ് ഫ്യൂവൽ കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് ദജ്ജാലിന് പറഞ്ഞു കൊടുക്കുന്നത്? സ്വപ്നത്തിൽ വന്ന് ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇന്ന് ലോകത്തുണ്ടായ സാംസ്കാരിക തകർച്ചയുടെ മുഴുവൻ കാരണം ഈ റോക്കറ്റ് ഫ്യൂവലിന്റെ കണ്ടുപിടുത്തമാണ്. റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ഇന്റർനെറ്റ് ഉണ്ടായപ്പോ മുസ്ലിം സമൂഹം തകർന്നു. ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തത്തോടെ ലോകത്ത് വ്യാപകമായ തിന്മകൾ, നന്മകൾ ഉണ്ടാവാം, പക്ഷെ തിന്മകൾ അതിനപ്പുറത്ത് വളർന്നു. അത് ദജ്ജാലിന്റെ ആവശ്യമാണ്. അത് ലോകം തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ആവശ്യമാണ്. ഇങ്ങനെ ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ ചതികളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സംസ്കാരം ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ സംസ്കാരത്തിനോട് അടുപ്പിച്ച് അതിനോട് അനുധാവനം ചെയ്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളായ നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും തകരാൻ പാടില്ല. നിങ്ങൾ മുസ്ലിം കോർദോബയുടെ ചരിത്രം പരിശോധിക്കണം, മുസ്ലിം സ്പെയിനിന്റെ ചരിത്രം പഠിക്കണം. 16-17 നൂറ്റാണ്ടുകളിൽ ഇവിടെ ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവാം. നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചു നോക്ക്. 16-17 നൂറ്റാണ്ടുകളിൽ ലോകം ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. ഇന്ന് ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കുന്നത് പോലെ ലോകം ഭരിച്ചിരുന്ന മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിം സ്പെയിനായിരുന്നു. കോർഡോവ എന്ന രാജ്യം സ്പെയിനിൽ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സാംസ്കാരിക ഉന്നമനത്തിന്റെ കാരണമായി. തകർന്നുപോയത് എങ്ങനെയാണ് തകർന്നുപോയത്? ഇന്ന് പേരിന് പോലും മുസ്ലിമീങ്ങളില്ലാത്ത രാജ്യമായി സ്പെയിൻ അധപതിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ വന്നു? 2 കാരണങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഒന്ന്, ആത്മീയത നഷ്ടപ്പെട്ടു. കോർഡോവയിലെ സ്പെയിനിലെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് ആത്മീയത പോയി, ആത്മീയത നഷ്ടപ്പെട്ടു. മറ്റൊരു കാരണം പറയുന്നത് മുസ്ലിം സമൂഹത്തിനിടയിലുള്ള പരസ്പര ഐക്യം നഷ്ടപ്പെട്ടു. മുസ്ലിം സമൂഹത്തിനിടയിലുള്ള പരസ്പര ഐക്യം, ഒരുമ. നിങ്ങൾ എല്ലാവരും ഐക്യത്തോടെ ഒരുമയോടെ നിൽക്കണമെന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ ശാസന നമ്മൾ
അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ അതിര് വിട്ടു, അതിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതിരുന്നപ്പോ സമൂഹം നശിച്ചു. പലസ്തീന ചരിത്രം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പലസ്തീന ചരിത്രം അത് തന്നെയാണ്. ഒന്നാം ലോക മഹായുദ്ധം 1914 നടക്കുമ്പോ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ഒരു ഭാഗത്തും ജർമ്മനി മറ്റൊരു ഭാഗത്തുമാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഈ ജർമ്മനിയെ പിന്തുണച്ചത് അന്നത്തെ ഓട്ടോമൻ സാമ്രാജ്യമാണ്. തുർക്കി ഖിലാഫത്ത് കേന്ദ്രീകരിച്ചുള്ള ഓട്ടോമൻ സാമ്രാജ്യം ജർമ്മനിയെ പിന്തുണച്ചു. ബ്രിട്ടനും റഷ്യയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തകർക്കാൻ നോക്കിയിട്ട് തകർന്നില്ല. ജർമ്മനി തകർന്നില്ല. ജർമ്മനിയെ തകർത്തത് പിന്നീട് എങ്ങനെയാണ്? അന്ന് ഓട്ടോമൻ ഖിലാഫത്ത് എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ച, അറബ്യൻ രാജ്യങ്ങൾ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഖിലാഫത്തായിരുന്നു. ആ ഖിലാഫത്തിനെ തകിടം മറിച്ചു. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ ഖിലാഫത്തിനെ തകിടം മറിച്ചു. സൗദി അറേബ്യ രൂപപ്പെടുന്നതിന് മുമ്പ് ഹിജാസ് എന്ന പ്രദേശം ഭരിച്ചിരുന്നത് അന്നത്തെ ഷരീഫ് ഹുസൈൻ എന്ന് പറയുന്ന ഹിജാസിന്റെ ഗവർണർ. തുർക്കിയുടെ കീഴിലായിരുന്നു ഹിജാസിന്റെ ഗവർണർ ഉണ്ടായിരുന്നത്. ആ ഹിജാസിന്റെ ഗവർണർക്ക് ബ്രിട്ടീഷുകാർ ചെന്ന് പറഞ്ഞു, നിങ്ങൾ തുർക്കിയിൽ നിന്ന് വിച്ഛേദിക്കണം, നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കണം. മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഹിജാസിന്റെ അധികാരം തരും, ഫലസ്തീന്റെ അധികാരം തരും. അന്ന് മുതലാണ്, പിന്നീടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെടുന്നത്. പിന്നീടാണ് ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ വിശാലമാക്കിയ ചരിത്രം പറയുകയല്ല. എവിടെയൊക്കെ നമ്മൾ ഐക്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഒലിമ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അവിടെയൊക്കെ നമ്മൾ തകർന്നു പോയിട്ടുണ്ട്. അതാണ് സമകാലിക സംഭവങ്ങൾ മുഴുവൻ സൂചിപ്പിക്കുന്നത്. മുസ്ലിം സമൂഹം ഐക്യത്തോടെ നിൽക്കണം, ഒലിമയോടെ നിൽക്കണം. അത് മാത്രം പോരാ, നമ്മുടെ ആശയവും ആദർശവും ഒരാളുടെയും അമ്മിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കാനല്ല ഉള്ളത്. നമ്മുടെ ആശയവും ആദർശവും വളരെ കൃത്യതയോടുകൂടെ, വ്യക്തതയോടുകൂടെ ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാന ബോധത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ അവസാന കാലഘട്ടത്തിനോടടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും സമയത്തിലും നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സംസ്കാരം മറ്റൊരാളുടെ മുമ്പിൽ കൊണ്ടുപോയി പണയം വെക്കരുത്. നമ്മുടെ അഭിമാനത്തോടുകൂടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. അതായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ വചനത്തിന് വേണ്ടി ഇസ്ലാമിന്റെ മാർഗത്തിൽ, ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ, ഇസ്ലാമിന്റെ രീതിയിൽ, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ അടിയുറച്ച് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.